ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന്റെ ആദരമർപ്പിക്കുന്ന ചടങ്ങ് ആരംഭിക്കുകയാണ്. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികൾക്ക് ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സാംസ്കാരിക മത്സ്യബന്ധന യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ബഹുമാന്യായ ഇനിയും സ്വാഗതം ചെയ്യേണ്ടത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവും ഈ നാടിന്റെ അഭിമാനവും മലയാളത്തിന്റെ എന്താ പറയുക ഈ ലോക മലയാളികളുടെ മുമ്പിൽ വാനോളം മലയാളത്തിൽ എത്തിച്ച മഹാനടൻ ശ്രീ മോഹൻലാലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ സഹോദരി സഹോദരന്മാർ, രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ കഴിഞ്ഞ മാസം 23-ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങിയിരുന്നു. മോഹൻലാലിനെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി മലയാളത്തിന്റെ വിസ്മയതാരൻ ശ്രീ മോഹൻലാലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മാനിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ശ്രീ മോഹൻലാലിനെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ചുവർചിത്രകലയുടെയും മിനിയേച്ചർ പെയിന്റിംഗിന്റെയും സാരാംശം ഉൾക്കൊണ്ടാണ് ഈ ചിത്രം രചിച്ചിട്ടുള്ളത്. രാമചന്ദ്രന് താമരക്കുളം വെള്ളവും പൂക്കളും മാത്രമായിരുന്നില്ല, അതൊരു വിഷയം തന്നെയായിരുന്നു. ഓരോ ചിത്രവും പ്രകൃതിയുടെ കവിതയിലേക്ക് തുറക്കുന്ന ജാലകം പോലെയാണ്. പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല, ജീവന്റെ ആഴത്തിലുള്ള വൈവിധ്യവും ഇതിൽ പ്രതിഫലിക്കുന്നു. ഇന്ത്യൻ ചിത്രകലാരംഗത്തെ അതികായന്റെ വിഖ്യാത രചന സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ മോഹൻലാലിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ ടി ആർ രാജൻ, ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, വേദിയിലെ സദസ്യരെ മറ്റ് വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാർ, ഇന്ത്യൻ സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന ദാദാ സാഹേബ് ഫാൽക്കെയുടെ കീഴിലുള്ള പരമോന്നത പുരസ്കാരം ഡൽഹിയിൽ വെച്ച് ഏറ്റുവാങ്ങുമ്പോൾ മുമ്പ് ഇത് ഏറ്റുവാങ്ങിയ മഹാരഥന്മാരെ കുറിച്ച് മാത്രമല്ല ഞാൻ ഓർക്കുന്നത്. സിനിമ എന്ന കലാരൂപത്തിന് വേണ്ടി ദാദാ സാഹേബ് ഫാൽക്കെ എന്ന മനുഷ്യന്റെ സമർപ്പിത ജീവിതം എൻ്റെ മനസ്സിലൂടെ തിരശ്ശീല എന്ന പോലെ കടന്നു. മുംബൈയിലെ പ്രശസ്തമായ JJ സ്കൂൾ ഓഫ് ആർട്സിലെ ചിത്രകലാ വിദ്യാർത്ഥിയിൽ നിന്ന് തുടങ്ങി രാജാ ഹരിചന്ദ്രൻ എന്ന സിനിമയിലേക്ക് അദ്ദേഹം നടന്ന് എടുത്ത ദൂരങ്ങൾ, പഠനങ്ങൾ, പരീക്ഷണങ്ങൾ, അധ്വാനങ്ങൾ, സ്വപ്നത്തെ വേട്ടയാടി പിടിക്കുന്ന ഒരു മനസ്സിൻ്റെ ആവേഗങ്ങൾ, അത് മനസ്സിലാക്കിയപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ശിരസ് ഈ ഭൂമിയോട് കുതിക്കും.
എൻ്റെ കഴുത്തിലണിഞ്ഞ പതക്കത്തിൻ്റെ ഭാരം ഞാൻ ആദ്യം തിരിച്ചറിയുകയായിരുന്നു ആ നിമിഷം. ഞാനടക്കമുള്ള എല്ലാ ഇന്ത്യൻ അഭിനേതാക്കളും 120 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു. രാജാ ഹരിചന്ദ്രയിൽ നിന്നും ഇന്ത്യൻ സിനിമ എത്രയോ മുന്നോട്ട് പോയി. അതിൻ്റെ ആകാശം ഒരുപാട് വിശാലമായി. അപ്പോഴും ആ ആകാശത്തെ ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രം ദാദാ സാഹിബ് ഫാൽക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വിദൂര നക്ഷത്രത്തെ ഞാൻ പറയുന്നു. ഞാൻ പാർത്തുന്ന ആളാണ്. ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും ഭാഗമാണ്. എനിക്ക് ഈ സ്വീകരണം നൽകുന്നത് എന്നെ കാണുന്ന ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തെരഞ്ഞെടുത്ത സർക്കാരുമാണ്. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ മറച്ചു പിടിക്കാൻ കാലങ്ങളായി ഞാൻ ആർജിച്ച അഭിനയശേഷി സാധിക്കും. 47 വർഷങ്ങളുടെ ദീർഘമായ നടപ്പാതയിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. സിനിമ എന്ന സങ്കീർണ കലാരൂപത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ ഈ നഗരത്തിന്റെ വഴിയോരങ്ങളിൽ വെച്ച് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊരു സിനിമ എടുക്കാൻ ധൈര്യപ്പെട്ടു നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഭയം തോന്നുന്നു. അതിൻ്റെ ജോലികൾക്കായി ഈ നഗരത്തിൽ നിന്നും ട്രെയിൻ കയറിയത് മദ്രാസിലേക്ക് പോയി. മദ്രാസിയിലെ സിനിമ സ്റ്റുഡിയോകളിൽ ചുറ്റിപ്പിടിഞ്ഞു. ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ അവിടെ വെച്ച് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഫോട്ടോ എടുത്ത് പാച്ചിക്ക എന്ന് ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫാസിലിനെ തിരിച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ മഞ്ഞയിൽ പിടിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനായി ക്യാമറയ്ക്ക് ഉള്ളിൽ 47 വർഷങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു. എൻ്റെ മുഖത്ത് ദൃശ്യം എന്ന സിനിമയുടെ കഥാപാത്രത്തിൻ്റെ അതോർക്കുമ്പോൾ വലിയ ഇറക്ക വഴിയിലൂടെയാണ് എന്നെ നടത്തിക്കൊണ്ടുപോകുന്നത് എന്നോർത്ത് വിസ്മയിച്ചു. അഭിനയകാലത്തെ ഒരു മഹാനദിയായി സങ്കല്പിച്ചാൽ തീരത്തെ മലശിലയിൽ നിന്നും അതിലേക്ക് വീണ ഒരു ഇലയാണ്. ഒഴുക്കിൽ മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആ ഇലയെ ഏതൊക്കെയോ കൈകൾ വന്ന് താങ്ങി. പ്രതിഭയുടെ കയ്യൊപ്പുള്ള കൈകളായിരുന്നു അവയെല്ലാം. വലിയ എഴുത്തുകാർ, സംവിധായകർ, നിർമ്മാതാക്കൾ, ഛായാക്കാരൻ എൻ്റെ മുഖത്ത് ചായം തേച്ചത് കഥാപാത്രങ്ങളിലേക്ക് വെളിച്ചമൊഴിച്ചത്. അക്ഷീത സുശീലനായ ഞാൻ ചെയ്തതെല്ലാം മടുപ്പില്ലാതെ കണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളി. ഇത് തന്നെയാണോ എൻ്റെ തൊഴിൽ എന്ന് ആലോചിക്കുമ്പോഴെല്ലാം ലാലേക്ക എന്ന സ്നേഹത്തോടെ എന്നെ വിളിച്ചു നോക്കി. ഇപ്പോഴും ഞാൻ ആ മഹാനദിയുടെ പ്രവാഹത്തിലാണ്. മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആരൊക്കെയോ എന്നെ പിടിച്ചുയർത്തുന്നു. ഇനി ഒഴുകൂ എന്ന് പറയുന്നു. നന്ദി. എൻ്റെ ഈ അഭിനയ സഞ്ചാരത്തിനൊപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ യാത്രയിൽ അതിൻ്റെ അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളും നിറഭേദങ്ങളും ഞാൻ കാണുന്നു. നമ്മളെത്ര മാറി നമ്മുടെ വേഷം, ഭാഷ, ബന്ധങ്ങൾ, രുചി, സ്വപ്നങ്ങൾ, ആസ്വാദനശീലങ്ങൾ, സാമ്പത്തിക അവസ്ഥ, സാംസ്കാരിക സമീപനങ്ങൾ, പ്രണയശൈലി, രാഷ്ട്രീയം, ജീവിതശൈലി എല്ലാം എത്രയോ മാറി. നിലക്കടലെക്കുറിച്ച് കൊട്ടകയുടെ കൃഷ്ണത്തിൽ വെന്തിരുന്ന് സിനിമകൾ കണ്ടെന്ന ഇപ്പോൾ മൾട്ടിപ്ലക്സിന്റെ തലത്തിൽ മലർന്ന് കിടന്നുകൊണ്ടുവരെ സിനിമക്കാർ. സ്കൂൾ ബെഞ്ചിൽ തൊട്ടടുത്തിരിക്കുന്നവർ മാത്രമല്ല ഇന്ന് നമ്മുടെ കുട്ടികളുടെ സുഹൃത്ത്. ആഗോള സൗഹൃദമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാ കലാരൂപങ്ങളും കാലത്തിനനുസരിച്ച് പുതിയതായി. സിനിമയുടെ ആഖ്യാനം അപ്പടി മാറി, സാങ്കേതികത മാറി. ഈ മാറ്റത്തിനെല്ലാം നടുവിലൂടെയാണ് ഞാൻ എൻ്റെ യാത്ര നടത്തിയത് എന്നോർക്കുമ്പോൾ ഇതൊരു അജ്ഞാത ശക്തിയുടെ അനുഗ്രഹവും കരുതലും എനിക്ക് അനുഭവപ്പെടുന്നു. അതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ആ ശക്തിയില്ലെങ്കിൽ ഇത്രയും കാലം ഇങ്ങനെ തുടരാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു എന്ന് ഞാൻ വിനീതമായി തിരിച്ചറിയുന്നു. ദീർഘകാലം അഭിനേതാക്കളായി ജീവിച്ചവരെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ട് മനുഷ്യർക്ക് മടുക്കുന്ന കാലം വരെ എന്നെ എതിർത്തിരിക്കുന്നതാണ്. പ്രേക്ഷകരുടെ ആ മടുപ്പിൽ നിന്നും അഭിനേതാക്കളെ രക്ഷിക്കുന്ന കവചം കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന എഴുത്തുകാരാണ്. അതിനെ സംവിധാനം ചെയ്ത് കൊടുക്കുന്ന സമുദായങ്ങൾ, പകർത്തുന്ന ഛായാക്കാരൻ. അഭിനേതാവ് ഒരു പിടി കളിമണ്ണ് മാത്രമാണ്. പ്രതിഭകളുടെ കൈ സ്പർശിക്കുമ്പോൾ അതിന് വ്യത്യസ്ത രൂപങ്ങൾ ലഭിക്കും. ആ രൂപം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനേതാവ് തന്റെ കർമ്മം നിർവഹിക്കും.
ഏത് കലാകാരനും എന്ന പോലെ ജീവിതത്തിലും കരിയറിലും ഉയർച്ചകളും താഴ്ചകളും എനിക്കുണ്ടായിട്ടുണ്ട്. വാനോളം പ്രശംസയും പാതാളത്തോളം താഴ്ത്തുന്ന പഴിയും വിമർശനങ്ങളും ശകാരങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. രണ്ടിനെയും ഞാൻ സമഭാവത്തോടെ തന്നെയാണ് കാണുന്നത്. മോഹൻലാൽ അനായാസമായി അഭിനയിക്കുന്നുവെന്ന് പലരും പറയാറുണ്ട്. എനിക്ക് അഭിനയം അനായാസമായ ഒരു കാര്യമല്ല എന്നതാണ് സത്യം. ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ദൈവമേ എന്ന് മനസ്സിൽ വിളിച്ചുകൊണ്ട് മാത്രമേ ഞാനിപ്പോഴും ക്യാമറയ്ക്ക് മുന്നിലേക്ക് ചെല്ലാവൂ. എനിക്കിത് ചെയ്യാൻ സാധിക്കണമേ എന്ന പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ടാകുക. കാണുന്നവർക്ക് ഞാൻ അനായാസമായി അഭിനയിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ അത് എനിക്ക് പോലും അറിയാതെ ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഏതോ ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് സാധിക്കുന്നത്. ഈ പുരസ്കാരം ലഭിച്ചതിന് ശേഷം ഞാൻ കൊച്ചിയിലെത്തിയപ്പോൾ ജോലി തന്നെയാണ് എൻ്റെ ഈശ്വരൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു.